റേറ്റിംഗ് വന്നിട്ട് ബെറ്റർ ആയെന്നൊന്നും പറയാൻ പറ്റില്ല, ബെസ്റ്റ് ആയ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ചോക്ലേറ്റും കോമഡിയൊക്കെ കഴിഞ്ഞിട്ട് സീരിയസ് റോളും തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് എന്തായാലും നെസ്ലിൻ കാണിച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ ഉണ്ട്, ഡാർക്ക് തീം തന്നെയാണിത്. എല്ലാം ഭയങ്കര പോസിറ്റീവ് തീമല്ല, നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് തോന്നിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഡാർക്ക് തീം തന്നെയാണ്. മെയിൻലി ഞാൻ പറയുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ലോകമാണ് ഇപ്പോഴുള്ളത് നമുക്ക്. അപ്പോൾ അത് തന്നെയാണ് ആ മൂവിയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഹാർഡ് വർക്ക് ഒന്നുമല്ല, സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഏത് ഫീൽഡിലും എക്സ്ട്രീം ലെവൽ ഹൈവിൽ വരെ ചെന്ന് എത്താൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നത്. അത് തന്നെയാണ് മൂവി. അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണിച്ചിരിക്കുന്നത്. സിനിമ എനിക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. സിനിമയ്ക്കുള്ളിൽ സിനിമ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി ഒത്തിരി സിനിമകളിലൂടെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ അതൊരു വ്യത്യസ്ത രീതിയിൽ ഒരു വ്യത്യസ്ത അറ്റംപ്റ്റ് ഒരു അപ്രോച്ചിലൂടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് പെട്ടവർക്ക് കണക്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒത്തിരി പിന്നെ റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല കുറച്ചൊരു 80s 90s കിഡ്സിനെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ നല്ലൊരു റൊമാൻസിഫിക്കേഷൻ അല്ലെങ്കിൽ പീക്ക് നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു തിയേറ്ററിൽ ആദ്യമായിട്ടൊക്കെ വന്ന സിനിമയാണ് 1998-ലും 99-ലും ഇതേ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ അന്നത്തെ കാലത്ത് DTS സിനിമകൾ മാത്രം അന്വേഷിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം പത്മനാഭമാവട്ടെ, ന്യൂ തിയേറ്റർ ആവട്ടെ, എല്ലാം ഇവിടെ എന്തോരം സിനിമ അതിനു വേണ്ടി മാത്രം. മമ്മി റിട്ടേൺസ്, മമ്മി, വെർട്ടിക്കൽ ലിമിറ്റ്, പിന്നെ അതുപോലെ തന്നെ ക്രൊക്കഡൈൽ ഇൻ ലേക്ക് ക്ലാസ്, ഇങ്ങനെയൊക്കെ ഒത്തിരി അന്ന് ഇംഗ്ലീഷ് സിനിമകൾ അതിനുണ്ട്. അതിന് പ്രധാനത് ഇവിടെ ഈ തിയേറ്ററിൽ മിഷൻ ഇമ്പോസിബിൾ 2 ഒക്കെ ഞാൻ ഈ തിയേറ്ററിൽ വന്ന് കണ്ടാണ്. അന്ന് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവാത്ത കാലത്തൂടെ. അപ്പോൾ അന്ന് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ തുടക്കത്തിലൊരു DTSൻ്റെ ഒരു ആഡ് ഇങ്ങനെ കാണിക്കുമല്ലോ, ഈ സെയിം സംഭവം ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു കാരണം ഇതേ തിയേറ്ററിൽ പണ്ട് 2000-2001 വന്ന് അതൊക്കെ എക്സ്പീരിയൻസ് സംഭവം ഈ ഒരു സിനിമയിൽ അത് വീണ്ടും റീക്രിയേറ്റ് വന്നതുപോലെ തന്നെ അതൊരു പീക്ക് നൊസ്റ്റാൾജിക് സംഭവമാണ്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്നവർക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു യൂഷ്വൽ ഒരു സിനിമയുടെ കുറേയൊക്കെ ഒരു ക്ലീഷ്യ ടെംപ്ലേറ്റ് സംഭവമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ജസ്റ്റ് ഓൺ ടൈം വാച്ചബിൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.